അവസാനം ഗത്യന്തരമില്ലാതെ ഫ്രണ്ട്സ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മുടെ പ്രധാനമന്ത്രി സ്വയം റെക്കോർഡ് ചെയ്ത് ടെലിപ്രോംപ്റ്ററില്ലാതെ പറഞ്ഞ് സാമൂഹ്യ മാധ്യമ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ട്സാണ് പോലും ഈ കുട്ടികളെല്ലാം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സാണ്. ബെസ്റ്റ് ഫ്രണ്ടല്ല, ബെസ്റ്റ് ഫ്രണ്ട് അങ്ങ് അമേരിക്കയിലാണ് ഉള്ളത്. ഇവിടെയുള്ളവരെല്ലാം വെറും ഫ്രണ്ട്സ്, ഇന്ത്യക്കാരെല്ലാം ഫ്രണ്ട്സ്. ഇരുമ്പ് ഭായിയും ബഹനവും എന്നൊക്കെ കിടന്ന് ബഹളമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. അങ്ങനെ അദ്ദേഹം സ്വയം വിരാജിച്ചിരുന്ന വീരവിരാജിത കസേരയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി വസ്തുതകളൊക്കെ കണ്ണു തുറന്നൊന്ന് കാണണം. എന്തൊക്കെയാണ് വസ്തുതകൾ? ചുറ്റുപാടും നോക്കിക്കേ. പത്രങ്ങളെല്ലാം എൻ്റെ പോക്കറ്റിലാണ്. മാധ്യമങ്ങളെല്ലാം എൻ്റെ പോക്കറ്റിലാണ്. ബ്യൂറോക്രാറ്റ്സ് എല്ലാം എൻ്റെ പോക്കറ്റിലാണ്. ഇവർ ഈ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ എൻ്റെ പോക്കറ്റിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കോടതികളെല്ലാം എൻ്റെ പോക്കറ്റിലാണ്. എല്ലാം പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഞാൻ ചെയ്യുകയായിരുന്നു. നിങ്ങൾ അടിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാക്കും എന്നൊന്നും അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. എന്തോന്ന് നടപടി എന്ന് പറഞ്ഞാൽ ഉടനെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, ഇന്ത്യയിൽ നിന്ന് കുറച്ച് പേരെ പിരിച്ചുവിടൽ, ഇങ്ങനെയൊക്കെ ഞാൻ നടത്തുന്നുണ്ട്. ഏതായാലും നമുക്ക് സബൂറാകാം ഫ്രണ്ട്സ്, യാതൊരു പ്രശ്നവുമില്ല. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാമെന്ന മട്ടിൽ താഴേക്ക് ഇറങ്ങി വരികയാണ്. അദ്ദേഹം വരട്ടെ, അന്ന് ഈ കുട്ടികളുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കട്ടെ, അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കട്ടെ. എത്ര കുട്ടികൾ മരിച്ചോ അത്രയും കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും തലമുറകളോളം താമസിക്കാനും ജീവിക്കാനുമുള്ള വസ്തുവകൾ കൊടുക്കട്ടെ. എന്നിട്ട് ഇങ്ങേര് പ്രധാന പോക്കറ്റ് ഇട്ടിട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാൻ വളരെ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഉയർന്നൊരു വ്യക്തിത്വമാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഞാൻ രാജിവെക്കുകയോ? സാധ്യമല്ലെന്നാണ് മോഡി പറയുന്നത്. സാധ്യമല്ല, ഇല്ലെന്ന് നമുക്ക് അറിയാം. ഇന്ത്യ മുഴുവൻ കത്തുകയാണ് മിസ്റ്റർ മോഡി. ഹൈദരാബാദിൽ, ബോംബെയിൽ, കേരളത്തിൽ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ജൻസി പുറത്തിറങ്ങിയിരിക്കുകയാണ്. എൻ്റെ നാടായ ചേർത്തലയിൽ പോലും 10-20 വിദ്യാർത്ഥികൾ ജൻസി പാർട്ടി രൂപീകരിച്ച് ടൗണിൽ പ്രകടനം നടത്തി. അവരാരും ഈ അനീതിക്ക് കൂട്ടി നിൽക്കുന്നവരല്ല. അറിയപ്പെടുന്ന മുഴുവൻ കലാകാരന്മാരും നിങ്ങൾക്കെതിരായി ഒരു നിമിഷം കൊണ്ട് ഇവിടെ നിന്ന്